കവർച്ചാ വാർത്തകൾ നിരന്തരം വരികയാണ്. തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിലും ബവറേജസ് ഔട്ട്ലെറ്റിലുമാണ് ഒടുവിൽ മോഷ്ടാക്കളെത്തിയത്. ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കവർച്ച, 20,000-ഓളം രൂപയും മോഷണം പോയി. ആര്യനാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ആര്യനാട് ബവറേജസ് ഔട്ട്ലെറ്റിലുണ്ടായിരുന്ന പണവും മദ്യക്കുപ്പികളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. 1 ലക്ഷം രൂപയുടെ നഷ്ടമെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി കുത്തിത്തുറന്നാണ് മോഷണം. കാണിക്കവഞ്ചിയിലുണ്ടായിരുന്ന ഏകദേശം 20,000 രൂപ മോഷണം പോയതായാണ് കണക്കാക്കുന്നത്. മോഷണ ശ്രമത്തിനിടെ കുറച്ച് നോട്ടുകളും നാണയങ്ങളും പ്രദേശത്ത് ചിതറിക്കിടപ്പുണ്ട്. ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാളെ എടുക്കേണ്ട ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി തലേ ദിവസം തന്നെ കുത്തിപ്പൊളിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിവുള്ളവരൊക്കെ ആയിരിക്കണം ഇതിന്റെ പിന്നിലുള്ളതാണ് ഉള്ളത്. ബിവറേജസ് കോർപ്പറേഷനിലും ഇതേ ദിവസം മോഷണം നടന്നിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് മോഷ്ടാക്കളെത്തിയത്. 4-അംഗ സംഘമാണ് ബിവറേജ് ഔട്ട്ലെറ്റിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറി കവർച്ച നടത്തിയത്. കൗണ്ടറിലുണ്ടായിരുന്ന 30,000-ഓളം രൂപയും റാക്കുകളിലുണ്ടായിരുന്ന മദ്യക്കുപ്പികളും കവർച്ചക്കാർ കൊണ്ടുപോയി. പോലീസ് സംഘവും ബിവറേജസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പ്രതികളുടേത് എന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 കവർച്ചയ്ക്കും പിന്നിൽ ഒരേ സംഘമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.